എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മയക്കുമരുന്നുമായി ഒരാൾ പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി ബിശ്വജിത്ത് മണ്ഡലാണ് പിടിയിലായത്. RPF-ന്റെയും പോലീസിന്റെ നാർക്കോട്ടിക് വിഭാഗവും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഇയാൾ പിടിയിലായത്. അരുൺ ശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇയാളെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. പാട്നയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന പാട്ന എറണാകുളം എക്സ്പ്രസ്സിലാണ് വലിയ തോതിൽ മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. ഇന്ന് RPF-ഉം അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ നാർക്കോട്ടിക്സ് വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ കഞ്ചാവ് പിടികൂടിയതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പെയിന്റ് ബക്കറ്റിനുള്ളിൽ ഈ രീതിയിൽ കഞ്ചാവ് നിറച്ചു വെച്ചാണ് കൊണ്ടുവന്നത്. അതായത് പെയിന്റ് കൊണ്ടുവരുന്നു എന്ന തരത്തിൽ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പോലീസ് ഇയാളോട് ആദ്യം ചോദിച്ചപ്പോൾ ഇത് പെയിന്റ് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഉറച്ചു നിൽക്കാറുണ്ട്. പക്ഷേ സംശയം തോന്നിയ പോലീസ് ഈ ബക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് അതിനകത്ത് ഈ രീതിയിൽ കഞ്ചാവ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ഇയാളോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ RPF-ഉം അതുപോലെ പോലീസും ഊർജിതമാക്കിയിട്ടുണ്ട്. അയാളുടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ RPF-ഉം പോലീസും കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ മുർഷിദാബാദ് സ്വദേശിയാണ്. ഒഡീഷയിൽ നിന്നാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രാഥമികം നൽകിയിരിക്കുന്ന മൊഴി. ഏകദേശം 50 കിലോയോളം കഞ്ചാവ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ഈ ട്രെയിൻ വഴി വൻതോതിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംയുക്ത പരിശോധന നടത്തിയത്. അങ്ങനെ RPF-ഉം പോലീസും കൂടി നടത്തിയ പരിശോധനകളാണ് വൻതോതിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. RPF-ൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവർ നടത്തിയ പരിശോധനയിലാണ് ഈ ഇത്തരത്തിലുള്ള ലഹരിവേട്ട നടന്നിരിക്കുന്നത്. ഇത് പതിവാണെന്നുള്ളതാണ് പോലീസും അതുപോലെ RPF-ഉം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന നടത്തുകയും വൻതോതിൽ കഞ്ചാവ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇയാളുടെ കൂട്ടാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ RPF-ഉം പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയായിരുന്നു. പട്ന എക്സ്പ്രസിൽ വന്ന യാത്രക്കാരനിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പെയിന്റ് ബക്കറ്റിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചു കൊണ്ടുവന്നത്. ഇയാളുടെ കൂടെ ഒരു കൂട്ടാളിയുണ്ട്. ആ കൂട്ടാളിക്കായിട്ടുള്ള തിരച്ചിലിലാണ് പോലീസ്.